ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുപ്പൂസ് കിഡ്സ്. ഇന്ന് നമ്മള് ചെറിയൊരു സർപ്രൈസ് പൊന്നിന് വേണ്ടി ചെയ്യാണ്. പൊന്നു സ്കൂളിൽ പോയേക്കാണ്. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. എന്താണെന്നറിയോ സർപ്രൈസ്? ഗ്രേപ്പ് ജാം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഗ്രേപ്സ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ജാം ആവോ അതോ ഫ്ലോപ്പ് ആവോ ഒന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന് നോക്കാം. ഞങ്ങളിത് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേപ്പിന്റെ ഈ സീഡ് കളയണം. അപ്പൊ അതെങ്ങനെ കളയണേന്ന് നോക്കാം. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സീഡൊക്കെ കളഞ്ഞ് ഇനി നമുക്കിത് ജാറിൽ ഇട്ടിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് വരാം. നമുക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമുക്കിത് ജ്യൂസ് പോലെ ആക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എന്താ ഇതിന്റെ പൾപ്പൊക്കെ ഇങ്ങനെ അമർത്തി ഈ ജ്യൂസ് ഇങ്ങനെ ഒഴിക്കുകയാണ് നമ്മുടെ ബൗളിലേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഗ്രേപ്സ് 1 kg ഉണ്ട്. ഷുഗർ ആണെങ്കിൽ എന്താണ്, നമ്മൾ 1 kg ഗ്രേപ്സ് എടുത്തുകൊണ്ടാണ് 400 gram ഷുഗർ എടുത്തത്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 1 lemon എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ട് ഇതൊന്ന് ഇതെടുക്കണം, ജാം പോലെ ആക്കി എടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ മുഴുവൻ ഒഴിച്ചു. നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നല്ലോണം തിളച്ചു വരുന്നുണ്ട്. നമുക്ക് പഞ്ചസാര ഇടാൻ ടൈമായി. കണ്ടോ, തിളച്ചു വരുന്നുണ്ട്. പൊന്നുവാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരാറുമായി. ഇപ്പൊ പൊന്നു ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വേഗം ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, ഇതാ തിളച്ചു വരുന്നതാണ്. നമുക്ക് പഞ്ചസാര ഇടാം. ഫ്രണ്ട്സ്, നമ്മൾ പഞ്ചസാര ഇട്ടു. നല്ല മധുരത്തിനിട്ട് ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമ്മള്. ഓക്കെ, നമ്മുടെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റൗ വീണ്ടും ഓൺ ചെയ്തു. ഞാൻ ഓഫ് ചെയ്ത എന്താന്ന് വെച്ചാൽ നല്ല ചൂട്. ഈ പഞ്ചസാര ഇടുമ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ചൂട്. അത് കഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും തിളച്ചു വരുമ്പോൾ ആ നാരങ്ങ അങ്ങോട്ട്. ഗൈസ്, നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ടതിന് ശേഷം തിളച്ചു തുടങ്ങി. നമുക്ക് നാരങ്ങ ഇടാൻ ടൈമായി. നമ്മൾ നാരങ്ങ ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലെമൺ ജ്യൂസും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗൈസ്, ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മാക്സിമം ഒരു 15-16 minutes ഒക്കെ എടുക്കും. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മൾ ആ ഒരു ജാമിൻ്റെ ഇത് വരുള്ളൂ, തിക്നെസ്.
അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കുറച്ചും കൂടെ വലിയ പാൻ വേണമായിരുന്നു. ചെറുതായതുകൊണ്ട് ഇത്തിരി ജാമൊക്കെ പോയി. അതുകൊണ്ട് നമ്മൾ ഈ പാന് മാറ്റി വലിയ പാനാക്കി. ഇത് നല്ലോണം ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഇതിന് ഫ്രീഡം ഉണ്ട്, എന്നാലും ഇത് പൊങ്ങി വരുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ താഴ്ന്നുണ്ട് ഫ്രണ്ട്സ്. ദേ നമ്മുടെ ജാം ഇതാ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോഴേ എൻ്റെ കയ്യിലടിക്കുമ്പോൾ എനിക്കറിയാത്. ഇതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ തിക്കാവണമെങ്കിൽ ഒരു 5 minutes ഒക്കെ തണുക്കാൻ വെക്കണം. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. പൊന്നു ഇപ്പം വരും. നമുക്ക് പൊന്നുവിന് പെട്ടെന്ന് റെഡിയാക്കി വെക്കണം. പൊന്നു ഒരു കൺസേൺ പറയുന്നുണ്ടായിരുന്നു, പൊന്നുവിന് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ന്യൂട്ടലില്ലാന്ന്. പക്ഷെ നമുക്ക് ന്യൂട്ടല ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വെച്ച് ഗ്രേപ്പ് ജാം ഉണ്ടാക്കി. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആയോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല ട്രിക്ക്, എല്ലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, സക്സസ് ആണ്. ഇതിപ്പോൾ കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ ഇത് അരിഞ്ഞു പോയേനെ. ഇതെൻ്റെ കൈ പൊള്ളി. ഇപ്പം സക്സസ് ആണ്. ഇതേ നമ്മൾ ബ്രെഡിൽ ജാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതാ പൊന്നു വരും. നമുക്കിത് സ്പ്രെഡ് ചെയ്തെല്ലാം സെറ്റാക്കി വെക്കും. അതുകൊണ്ട് ഈ ജാമൊക്കെ നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇനി നമുക്ക് പൊന്നു വരണം നോക്കിക്കാം. എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇത് എന്താണ് സർപ്രൈസ്? കട്ട്ലേറ്റ് അല്ല, ബിരിയാണി അല്ല. നീ പോയി കൈ കഴിച്ച അടിച്ചത്. ഫ്രണ്ട്സ്, നമ്മൾ കുപ്പിയിലാക്കി വെച്ചപ്പോൾ നമുക്ക് ഇത്രയും ജാം കിട്ടിയിട്ടുണ്ട്. പൊന്നിന് വേണ്ടി നമ്മളിത് ഒരു ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ട്. പൊന്നു ഇങ്ങ് വാ. ആ വാ വേഗം. നിനക്ക് ഇഷ്ടമാണോ ജാം? ഇഷ്ടമാണെങ്കിൽ കഴിച്ചോ, ഇഷ്ടമല്ലെങ്കിൽ കഴിച്ചോ. എന്നാ കഴിച്ചോ. ഇങ്ങനെയായിട്ട് തരാം. കൊള്ളാമോ? നല്ല ടേസ്റ്റ്. താങ്ക് യു ഫോർ മൈ സൺ. ഒരു താങ്ക് യു പറഞ്ഞോ. കൊള്ളാമോ? എന്ത് ജാമാ മനസ്സിലായി? ഗ്രേപ്പ് ജാം. ബൈ ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ബൈ ബൈ. തൊട്ടപ്പുറത്തിരിക്കുന്ന ബെൽ ഐക്കണും കൂടെ അമർത്തണം മറക്കരുത്.